ഇറാൻ മിസൈൽ ആക്രമണത്തിന് പിന്നാലെ ഡൽഹിയിലെ ഇസ്രായേൽ എംബസിയുടെ സുരക്ഷ വർദ്ധിപ്പിച്ചു. കൂടുതൽ പോലീസ് സംഘത്തെ വിന്യസിച്ചു. പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ ആശങ്കപ്പെടുത്തുന്നുവെന്ന് വിദേശകാര്യ മന്ത്രാലയം പറയുന്നു. നിതിൻ അംബുജൻ ചേരും. നിതിൻ, ഇന്നലെ കുറേ അധികം സമയം വളരെ ആശങ്കപ്പെടുത്തുന്ന മിസൈൽ വർഷങ്ങളുടെ ആകാശം മുഴുവൻ മിസൈൽ നിറഞ്ഞ ഭീതിയുടെ മണിക്കൂറുകളായിരുന്നു എന്ന് മലയാളികളടക്കം പറയുന്നുണ്ട്. അപ്പോൾ അവിടെയുള്ള ഇന്ത്യക്കാർക്ക് രാജ്യം നൽകുന്ന നിർദ്ദേശം എന്താണ്? ഏത് രീതിയിൽ ജാഗ്രതയോടിരിക്കണമെന്നാണ് രാജ്യം അവരോട് പറയുന്നത്? നിതിൻ. ഹാഷ്മി, ഇസ്രയേലിലെ ഇന്ത്യക്കാർക്ക് ഇന്നലെ തന്നെ ഇസ്രയേലിൽ ഇന്ത്യൻ എംബസി ജാഗ്രത നിർദ്ദേശം നൽകിയിരുന്നു. സുരക്ഷിതമായ കേന്ദ്രങ്ങളിൽ തന്നെ തുടരണമെന്നാണ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി ഇപ്പോൾ ഇസ്രയേൽ മുന്നറിയിപ്പ് നൽകിയ സാഹചര്യത്തിൽ ഇറാനിലെ സാഹചര്യം ഇപ്പോൾ ആശങ്കപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇറാനിലുള്ള ഇന്ത്യക്കാർക്കാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അനാവശ്യമായ ഇറാനിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കണം. നിലവിൽ എവിടെയാണോ തുടരുന്നത് അവിടെ തന്നെ സുരക്ഷിതമായ കേന്ദ്രങ്ങളിൽ തുടരണമെന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം ടെഹ്റാനിലുള്ള ഇന്ത്യൻ എംബസിയുമായി അടിയന്തരമായി ആശയവിനിമയം നടത്തണം. അവിടുത്തെ സാഹചര്യങ്ങൾ കൃത്യമായി തന്നെ ഇന്ത്യൻ എംബസിയുമായി ആശയവിനിമയം നടത്തി ഒരു ബന്ധമുണ്ടാകണമെന്ന നിർദ്ദേശമാണ് വിദേശകാര്യ മന്ത്രാലയം നൽകിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യം ഇരു രാജ്യങ്ങളിലെ സാഹചര്യം സംബന്ധിച്ച് വലിയ ആശങ്കപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു സുരക്ഷിത കേന്ദ്രങ്ങളിൽ തന്നെ തുടരണമെന്ന നിർദ്ദേശമാണ് ആവർത്തിച്ച് ഇന്ത്യൻ എംബസിയും അതോടൊപ്പം തന്നെ വിദേശകാര്യ മന്ത്രാലയവും നൽകുന്നത്. ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം ഇരു രാജ്യങ്ങളിലും സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. ഒരു ഇവാക്യുവേഷൻ നടപടിയിലേക്ക് എന്തായാലും ഇതുവരെ അത്തരമൊരു ഘട്ടത്തിലേക്ക് കടന്നിട്ടില്ല. ഇപ്പോൾ നിലവിലുള്ള ഒരു സാഹചര്യം ആശങ്കപ്പെടുന്നെങ്കിൽ പോലും ഒരു സുരക്ഷിതമായ കേന്ദ്രങ്ങളിൽ തന്നെ തുടരണമെന്ന നിർദ്ദേശമാണ് വിദേശകാര്യ മന്ത്രാലയം നൽകിയിരിക്കുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ ഡൽഹിയിലുള്ള ഇസ്രായേൽ എംബസിയിൽ ഇപ്പോൾ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. നേരത്തെ ഇസ്രായേൽ എംബസി സമീപം ആക്രമണം ഉണ്ടായിരുന്നു. 2021-ലും 2023-ലും ബോംബ് സ്ഫോടനം ഉണ്ടായ സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു മേഖലയിൽ പോലീസ് ഇപ്പോൾ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ അവിടുത്തെ സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വ്യക്തമാക്കിയൊരു കാര്യം. അതോടൊപ്പം തന്നെ പശ്ചിമേഷ്യയിലെ സാഹചര്യം അത് ആശങ്കപ്പെടുത്തുന്നതാണെന്ന് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. എല്ലാവരോടും സംയമനം പാലിക്കണമെന്ന ആഹ്വാനമാണ് നൽകിയിരിക്കുന്നത്. പരസ്പര സംഭാഷണത്തിലൂടെയും നയതന്ത്ര ഇടപെടലിലൂടെയും ഈ ഒരു സാഹചര്യം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുമെന്നൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ എന്തായാലും വിദേശകാര്യ മന്ത്രാലയം പങ്കുവയ്ക്കുന്നത്. ഈ പശ്ചിമേഷ്യയിൽ ഇപ്പോൾ ഇതിനും തന്നെ വിമാന സർവീസുകളെല്ലാം തന്നെ താറുമാറായ ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പശ്ചിമേഷ്യയിലെ ജനജീവിതത്തെ ആകെ തന്നെ ഒരു ആശങ്കപ്പെടുന്ന നിലയിലേക്ക് ഇരു രാജ്യങ്ങളിലും സംഘർഷം മാറിയ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഇങ്ങനൊരു നിർദ്ദേശവുമായി വന്നിരിക്കുന്നത്. ഹാഷ്മി. ഓക്കെ, നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഹസൻ നസറുദ്ദീൻ അടക്കം വധത്തിന് പകരം വീട്ടലായിരുന്നു ഇന്നലത്തെ മിസൈൽ ആക്രമണം എന്ന് വിശദീകരിക്കുന്നുണ്ട് ഇറാൻ. അവരുടെ ഗാർഡ് തിരിച്ചടിക്കുമെന്ന് ഇസ്രായേൽ പറയുന്നു. എന്തായാലും പശ്ചിമേഷ്യയിൽ സമാധാനം അകലെയാണ് എന്നുള്ളതാണ് ദൗർഭാഗ്യവശാൽ അവിടെ നിന്ന് വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്.